ആയിരക്കണക്കിന് ടാക്സി ഡ്രൈവർമാരുടെ വയറ്റത്തടിച്ച് സംസ്ഥാനത്ത് കള്ള ടാക്സി സർവീസുകൾ വ്യാപകമായി. പ്രൈവറ്റ് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണ് ടാക്സി എന്നോണം വാടകയ്ക്ക് തലങ്ങും വിലങ്ങും സർവീസ് നടത്തുന്നത്. നിയമലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഏറിയതോടെ പണം കൊയ്യുകയാണ് കള്ള ടാക്സി ഉടമകൾ. മനോരമ ന്യൂസ് അന്വേഷണം. കളം നിറയെ കള്ള ടാക്സി. KL 42T 5959 പറവൂർ സ്വദേശിയുടെ പേരിലുള്ള ഇന്നോവ. 2021 രജിസ്ട്രേഷൻ. വാഹനം വ്യക്തിഗത ഉപയോഗത്തിനെന്നും സർക്കാർ രേഖ. നമ്പർ പ്ലേറ്റും വെള്ള നിറത്തിൽ. ശബരിമല സീസൺ തുടങ്ങിയതോടെ വണ്ടിക്ക് ഓട്ടത്തോടോട്ടം. ഒരു മാസത്തിനിടെ ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഈ വാഹനം ശബരിമലയിലെത്തി മടങ്ങി. ഒടുവിൽ RTO പൊക്കി. ഷുബ് നമ്മൾ നേരത്തെ മുതൽ അറിയാം. എത്ര കാശ് കൊടുക്കും വണ്ടിക്ക് പോകാനായിട്ട്? ഷുബിന് പോകാനായിട്ട് ഡീസൽ അത് മതി. ചേട്ടൻ്റെ പേര് ഡീസൽ കൊടുത്താൽ നമുക്ക് ഈ വണ്ടിയുടെ ഓണർ അറിയാം. അറിയണം. ചേട്ടൻ മാത്രമേ ഓണർ അറിയുള്ളൂ. വേറെ ആയിരിക്കും ഓണറെ പറ്റി അറിയില്ല. ഈ ഡ്രൈവറുടെ പേര് അറിയാം. ഡ്രൈവർക്ക് എന്താ കൊടുക്കും നിങ്ങൾ? ഡ്രൈവർ നിങ്ങൾ വിളിച്ചാണോ വണ്ടിക്കാൻ വിളിച്ചാണോ? അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ പറഞ്ഞു. ഡ്രൈവർ വിളിച്ചു തരേണ്ട ആവശ്യമില്ല. ഡ്രൈവർ വിളിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറോട് ഇതിൻ്റെ RC കൊണ്ട് RTO വരാൻ പറയണം കേട്ടോ. RC സസ്പെൻഡ് ആവാനുള്ള റെക്കോർഡ് ഞാൻ കൊടുക്കും. പ്രൈവറ്റ് വണ്ടി വെച്ചത് ടാക്സി ആയിട്ട് ഓടാനല്ല. ടാക്സി രജിസ്ട്രേഷൻ ഇല്ലാതെ ടാക്സി പോലെ ഓടുന്ന ഈ പ്രതിഭാസമാണ് കള്ള ടാക്സി. പോലീസോ RTOയോ പിടിച്ചാൽ വണ്ടിയുടെ ഉടമ ചേട്ടനാണെന്നോ അനിയനാണെന്നോ പറഞ്ഞ് തലയൂരണമെന്നാണ് ഉടമയുടെ ഉപദേശം. ഡ്രൈവർ വിത്ത് കാർ കോംബോ ഓഫറുമുണ്ട്. ഓട്ടം മുടങ്ങി കടക്കണിയിലായ പറവൂരിലെ ടാക്സി ഡ്രൈവർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. ഒരു പാർട്ടി വന്ന് ഞങ്ങളോട് വാടക ചോദിച്ചിട്ട് പോയതാ. ആ ട്രിപ്പാണ് ഇന്നലെ അവർ പോയി പിടിച്ച് പിടിച്ച വണ്ടിക്കാർ വെല്ലുവിളിച്ച ഞങ്ങളെ ഡ്രൈവർമാരെ വെല്ലുവിളിച്ചിട്ടാണ് പോണത്. ഞങ്ങൾ ഇനിയും ഓടും, നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തോന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഓടിക്കുന്നത്. അവർ പൈസ കുറച്ചാണ് പോകുന്നത്. അവർക്ക് ടാക്സ് അടക്കേണ്ട, ഇൻഷുറൻസും കുറവാണ്. ഞാനൊക്കെ 26,000 രൂപ ഒരു വർഷത്ത് ഇൻഷുറൻസ് അടച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കുതിരവട്ടം പപ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ ചെറുത്. വലുത് വരാനിരിക്കുന്നതേയുള്ളൂ. വൈശാഖോമാട്ടിൽ, മനോരമ ന്യൂസ്, കൊച്ചി. ഓർക്കുക, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലുണ്ട്. നിയമലംഘനമുണ്ട്. അങ്ങനെ ടാക്സി പെർമിറ്റ് ഇല്ലാത്തവയ്ക്ക് ടാക്സിയായി ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ ടാക്സി വിളിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരു 1000 രൂപയോ മറ്റോ കുറവായിരിക്കും ഒരു ദീർഘദൂര ഓട്ടത്തിൽ എന്ന് കരുതിയിട്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അതുണ്ടാക്കുന്ന മറ്റ് അപകട സാധ്യതകൾ കൂടിയൊന്നും നമ്മൾ ഓർക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇത് ടാക്സി ഡ്രൈവർമാർ, ഔദ്യോഗിക ടാക്സി ഡ്രൈവർമാർ ഓട്ടം കിട്ടാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉള്ള തട്ടിപ്പുകൾ നടക്കുന്നത് എന്നുകൂടി പ്രധാനപ്പെട്ടതാണ്. ഇതിൽ തുടർ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും പ്രേക്ഷകർക്ക് കാണാം. നമ്മൾ ഇനി